വിശദമായി നോക്കാം നമുക്ക് ഓരോ വാർത്തയും. അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ കാരണം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്കാണ് അഹമ്മദാബാദ് വിമാന അപകട കാരണം എഞ്ചിൻ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആയത്. എന്തിനാണ് ഓഫ് ആക്കിയത് എന്ന് പൈലറ്റ് ചോദിക്കുന്നതായി ശബ്ദവും പുറത്തു വന്നിരിക്കുകയാണ്. താൻ ഓഫ് ആക്കിയിട്ടില്ലെന്ന് സഹ പൈലറ്റ് മറുപടിയും നൽകുന്നുണ്ട്. ഇരുവരുടെയും ശബ്ദം കോക്പിറ്റ് ഓഡിയോ റെക്കോർഡിൽ വ്യക്തമാണ്. AIBയുടെ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത്. ആശുപത്രി ഷംനയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഷംന, ഏറെ പ്രധാനപ്പെട്ട അന്വേഷണ റിപ്പോർട്ടാണ് ഈ ഘട്ടത്തിൽ വന്നിട്ടുള്ളത്. പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടാണെങ്കിൽ പോലും എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച ഒരു വ്യക്തത നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. എഞ്ചിൻ ഫ്യൂവൽ ഓഫായി പോയത്, അല്ലെങ്കിൽ എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ അത് പ്രവഹിക്കുന്നത് ഓഫായി പോയത്, നിലച്ചതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഈ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. അല്ലേ ഷംന? അതെ ആര്യ, അതായത് ഒരു നാടിനെ തന്നെ നടുക്കിയ അപകടം സംഭവിച്ച ഒരു മാസം പിന്നിടുമ്പോഴാണ് AIB റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ടാണെങ്കിൽ പോലും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ അട്ടിമറി സാധ്യതകളെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ വിമാനത്തിലെ 2 എഞ്ചിനുകളിലെയും പ്രവർത്തനം നിലച്ചതായാണ് കണ്ടെത്തലുകൾ. ഈ വിമാനത്തിന്റെ ഇന്ധന സ്വിച്ച് ഓഫായി. ഇതുമൂലം 2 എഞ്ചിനുകളും ഓഫായി എന്നതാണ്. അതും 1 സെക്കൻഡിന്റെ ഇടവേളയിൽ തന്നെ 2 എഞ്ചിനുകളും ഓഫായി. ഒപ്പം തന്നെ 32 സെക്കൻഡ് മാത്രമാണ് വിമാനം പറന്നത്. അതിനിടയിൽ തന്നെ അപകടം സംഭവിച്ചു എന്നും കണ്ടെത്തലുണ്ട്. ഈ സ്വിച്ച് ഓഫ് ആയതോടുകൂടി ഇന്ധനത്തിന്റെ പ്രവാഹം കുറഞ്ഞു. ഇതാണ് അപകടത്തിലേക്ക് നയിച്ചത്. ഒപ്പം 2 എഞ്ചിനുകളും 1 സെക്കൻഡിന്റെ ഇടവേളയിൽ തന്നെ ഒരുപോലെ ഓഫായി എന്നതും ഒരുപോലെ പ്രവർത്തനം നിലച്ചു എന്നതും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. എന്തായാലും റൺവേയിൽ നിന്നും തൊട്ട് മാറി ആണ് ഈ അപകടം സംഭവിക്കുന്നത്. റൺവേയിൽ നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. അപകട സമയത്ത് ഈ 1.25 ലക്ഷം ലിറ്റർ ഇന്ധനമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിന്റെ പ്രവാഹം നിലച്ചു. ഈ സ്വിച്ച് ഓഫ് ആയതോടുകൂടി ഇത്രയും ഇന്ധനത്തിന്റെ പ്രവാഹം നിലച്ചു. ഈ അപകട സമയത്ത് ഉണ്ടായിരുന്ന ഇന്ധനത്തിന്റെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഉച്ചയ്ക്ക് 2:09 വിമാനം പറന്നുയരുന്നത്. ഇത് പറന്ന് ഏകദേശം 32 സെക്കൻഡുകൾ മാത്രമാണ് വിമാനം പറന്നത്. അതോടുകൂടി തന്നെ സ്വിച്ചുകൾ ഓഫ് ആവുകയായിരുന്നു. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ കോക്പിറ്റ് ഓഡിയോ അടക്കം പറയുന്നുണ്ട്. അതായത് എന്തിനാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് സഹ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ താനല്ല ഓഫ് ചെയ്തത് എന്ന് സഹ പൈലറ്റ് മറുപടി പറയുന്നുണ്ട്. ഇതിലോടുകൂടിയാണ് ഈ വിമാന അപകടം ഈ പൈലറ്റുമാരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ചയാവില്ല എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പൈലറ്റുമാർക്ക് നിരവധി എക്സ്പീരിയൻസ് ഉള്ളവരാണ്. മണിക്കൂറുകളോളം വിമാനം പറത്തിയവരാണ് 2 പേരും. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു വീഴ്ചയാവില്ല എന്ന തരത്തിലൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിമർശനങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതിലേക്ക് കൂടി നയിക്കുന്ന തരത്തിൽ തന്നെയാണ് കോക്പിറ്റ് ഓഡിയോ പുറത്തു വരുമ്പോൾ സാഹചര്യങ്ങൾ നീങ്ങുന്നത്. അതായത് എന്തിനു ഓഫ് ചെയ്തു എന്ന് പൈലറ്റ് ചോദിക്കുന്നുണ്ട്. പക്ഷെ താനല്ല ഓഫ് ചെയ്തത് എന്ന് മറുപടി ഈ സഹ പൈലറ്റ് പറയുന്നുണ്ട്. 2 പേരും ഓഫ് ആക്കിയതല്ല എന്നുള്ള ഒരു പ്രാഥമിക അന്വേഷണ കണ്ടെത്തലാണ് മുന്നിലുള്ളത്. അതിനപ്പുറം എങ്ങനെയാണ് അപ്പോൾ ഈ സ്വിച്ച് ഓഫ് ആയത് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരമാണ് ഇനി പ്രധാനമായും കണ്ടെത്തേണ്ടത്. അല്ലേ? തീർച്ചയായും ആര്യ, ഈ എൻജിൻ ഈ വിമാനത്തിലെ ഇന്ധന സ്വിച്ച് എങ്ങനെ ഓഫായി എന്നതാണ് ഇനി ലഭിക്കേണ്ട വിവരം. അതിൽ തന്നെ ഇപ്പോൾ ലഭിച്ചത് പ്രാഥമികമായ റിപ്പോർട്ട് മാത്രമാണ്. ഇതിൽ ഇനി വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന് AIB വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് ഇപ്പോൾ എയർലൈനും അറിയിച്ചിട്ടുണ്ട്. അതോടുകൂടി തന്നെ വരും ദിവസങ്ങളിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി നമുക്ക് മനസ്സിലാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ നാടിനെ നടുക്കിയ അപകടം നടന്ന് 1 മാസം പിന്നിടുകയാണ്. നമുക്കറിയാം, വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ ഒഴികെ മറ്റ് മുഴുവൻ പേരും 235 പേരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഈ മുഴുവൻ ആളുകളും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ സമീപത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം മറിഞ്ഞ് അവിടെയും നിരവധി മരണങ്ങൾ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു നാടിനെ തന്നെ നടുക്കിയ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വിമാന അപകടം നടന്നു 1 മാസം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ AIB റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇതിൽ പറയുന്നത് എന്തായാലും ഈ ഇന്ധനത്തിന്റെ സ്വിച്ച് ഓഫായി വെറും 1 സെക്കൻഡ് വ്യത്യാസത്തിൽ. നമുക്കറിയാം, ബോയിങ് വിമാനമാണ്. ഇതിന് 2 എഞ്ചിനുകളുണ്ട്. എന്നാൽ 1 സെക്കൻഡ് ഇടവേളയിൽ 2
എഞ്ചിനുകളിലും പ്രവർത്തനം നിലച്ചു. ഇതോടുകൂടിയാണ് അപകടമുണ്ടായത്. ഒപ്പം തന്നെ ഈ 35 സെക്കൻഡുകൾ മാത്രമാണ് വിമാനം പറന്നത്. ഈ 35 സെക്കൻഡ് ഉള്ളിൽ തന്നെ ഈ ഇന്ധന സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. അതോടുകൂടി അപകടമുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ കോക്പിറ്റിൽ നിന്നും ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പൈലറ്റുമാർ, പക്ഷേ അതിന് സാധ്യമായില്ല എന്നതും വിവരമുണ്ട്. എന്തായാലും ഈ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ ഈ അപകടം നടന്ന സമയത്തൊക്കെ ഇത് സംബന്ധിച്ച് ഏറെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. എങ്ങനെ ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടായി എന്നതടക്കം നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ അതിന് പ്രാഥമിക റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപകടം സംഭവിച്ച സമയത്ത് പലതരത്തിലുള്ള നിഗമനങ്ങളിലേക്കും അനുമാനങ്ങളിലേക്കും ഒക്കെ കടന്നിരുന്നു. ഏവിയേഷൻ വിദഗ്ധരടക്കം പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഈ ഇരട്ട എഞ്ചിനുള്ള വിമാനം എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്നത് വലിയ ചോദ്യമായിരുന്നല്ലോ. പക്ഷി ഇടിച്ചതാണോ, കാലാവസ്ഥ പ്രതികൂലമായതാണോ, എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം ഇതോടുകൂടി പാടെ ഇല്ലാതായിരിക്കുകയാണ് അല്ലേ ഷംന? തീർച്ചയായും മാരി, അത് തന്നെയാണ്. 2 എഞ്ചിനുകളുള്ള വിമാനമാണ്. ഇതെങ്ങനെ ഇത്ര വലിയ ഒരു അപകടത്തിലേക്ക് നയിച്ചു എന്നതടക്കം വലിയ സംശയങ്ങൾ ഉയർന്നിരുന്നു, നിരവധി അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത്തരം അഭ്യൂഹങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചിരുന്നു. അതും 1 സെക്കൻഡ് മാത്രം ഇടവേളയിൽ 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. അതായത് ഈ ഇന്ധന സ്വിച്ച് ഓഫായി, അതോടുകൂടി ആദ്യം ഈ എഞ്ചിൻ 1 പ്രവർത്തനം നിലച്ചു. അതിനുശേഷം 1 സെക്കൻഡ് ഇടവേളയിൽ എഞ്ചിൻ 2 പ്രവർത്തനം നിലച്ചു. ഇതോടുകൂടിയാണ് ഇത്ര വലിയ ഒരു ദുരന്തം ഉണ്ടായത്. ഒപ്പം തന്നെ ഈ ടേക്ക് ഓഫിന്റെ സമയത്ത് ഈ വിമാനത്തിനുണ്ടായിരുന്ന ഒരു വേഗതയുണ്ടാകും. ഇത് എഞ്ചിനുകളുടെ പ്രവാഹം നിലച്ചതോടുകൂടി ഈ വേഗത കുറയുകയായിരുന്നു എന്നും കണ്ടെത്തലുകളുണ്ട്. എന്തായാലും ഈ ഇന്ധന സ്വിച്ച് ഓഫായി എന്നതാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത്. ഒപ്പം തന്നെ ഈ കോക്പിറ്റ് ഓഡിയോ പുറത്തു വരുന്നതിലൂടെ എന്തിന് ഓഫ് ചെയ്തു എന്നാണ് പൈലറ്റ് ചോദിക്കുന്നത് സഹ പൈലറ്റിനോട്. എന്നാൽ താനല്ല ഓഫ് ചെയ്തത് എന്ന് ഈ സഹ പൈലറ്റ് മറുപടി നൽകുന്നതിലൂടെ തന്നെ ഈ പൈലറ്റുമാരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ചയല്ല എന്ന ഒരു കണ്ടെത്തൽ കൂടിയാണ്. അതായത് പൈലറ്റുമാർ അറിഞ്ഞിട്ടല്ല, നേരത്തെ തന്നെ ഈ അബദ്ധത്തിൽ പോലും പൈലറ്റുമാർക്ക് ഓഫ് ചെയ്യാൻ സാധിക്കാത്ത, അങ്ങനെ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ ഇന്ധന സ്വിച്ച് എന്നത്. അപ്പോൾ ഇതെങ്ങനെ ഓഫായി, ഈ പൈലറ്റുമാർ അറിയാതെ അവിടെ എന്ത് സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അതായത് ഏത് പൈലറ്റാണ് ഈ ചോദ്യം ചോദിച്ചത്, ആരാണ് ഇതിന് ഉത്തരം പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത ഈ ഘട്ടത്തിലും വന്നിട്ടില്ല എന്നതല്ലേ? തീർച്ചയായും ആര്യ, അത് തന്നെയാണ്. കാരണം നമുക്ക് അറിയാം, ഈ 2 പൈലറ്റുമാരും നേരത്തെ തന്നെ നിരവധി മണിക്കൂറുകൾ വിമാനം പറത്തിയ അതിന്റെ അനുഭവമുള്ള 2 പൈലറ്റുമാരാണ്. വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 പേരാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അങ്ങനെ വിമാനം അപകടത്തിലേക്ക് നയിച്ചത് ഈ പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാവില്ല എന്ന നിഗമനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ കോക്പിറ്റ് ഓഡിയോ പുറത്തു വന്നതിലൂടെ ആ ഒരു നിഗമനങ്ങൾ ശരിവെക്കുന്നത് തന്നെയാണ്. കാരണം താൻ അറിഞ്ഞിട്ടില്ല, താനല്ല ചെയ്തത് എന്ന് സഹ പൈലറ്റ് മറുപടി പറയുന്നുണ്ട്. ഇതിലൂടെ പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാവില്ല എന്നൊരു നിഗമനമുണ്ട്. ഒപ്പം തന്നെ എന്നാൽ അത്തരം സാധ്യതകളൊന്നും പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. ഇവരുടെ നേരത്തെയുള്ള സംഭാഷണങ്ങളോ മറ്റോ ലഭിക്കുമോ എന്നടക്കമുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. കോക്പിറ്റ് ഓഡിയോ തന്നെ മറ്റ് വല്ല സന്ദേശങ്ങളും ലഭിക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി അന്വേഷിക്കുന്നുണ്ട്. വിശദമായ അന്വേഷണം വരും ദിവസങ്ങളിലും നടക്കുമെന്ന് തന്നെയാണ് AIIB ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് എയർലൈൻ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നാടിനെ തന്നെ നടുക്കിയ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു വിമാന അപകടം നടന്ന് 1 മാസം പിന്നിടുകയാണ്. ഇപ്പോഴാണ് ഈ വ്യോമയാന മന്ത്രാലയത്തിന് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇതിലാണ് ഇക്കാര്യം വ്യക്തമായി പറയുന്നതും. എന്തായാലും സംഭവത്തിൽ ഇനി എന്ത് സംഭവിച്ചു, ഇന്ധന സ്വിച്ചിന് എന്ത് സംഭവിച്ചു, അതെങ്ങനെ ഓഫ് ചെയ്തു, ഇതാണ് ഇനി എന്നുള്ള ചോദ്യം ഇവിടെ അവശേഷിക്കുമ്പോൾ സ്വാഭാവികമായും ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ പലതരത്തിലുള്ള നിഗമനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചതാണ്. ഈ ബോയിങ്ങിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള വിമർശനങ്ങൾ പല ഘട്ടത്തിലും ഉയർന്നു വന്നതാണ്. ഇത്തരത്തിൽ കാര്യക്ഷമമല്ല, പ്രവർത്തനക്ഷമമല്ലാത്ത ബോയിങ്ങുകളാണ് ഇപ്പോൾ ഈ എയർലൈൻ രംഗത്ത് ഉള്ളത് എന്നത് സംബന്ധിച്ചൊക്കെ പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ എയർക്രാഫ്റ്റിന്റെ കാര്യക്ഷമതയെ, പ്രവർത്തനക്ഷമതയിലേക്ക് വിരൽ ചൂണ്ടുക കൂടിയാണോ ഈ ഘട്ടത്തിൽ ഈ റിപ്പോർട്ട് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്.
തീർച്ചയായും ആര്യ, അതായത് ഈ അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഈ രാജ്യത്തുടനീളമുള്ള ഈ വിമാനങ്ങളുടെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച്, ഈ റൺവേകളെ കുറിച്ചൊക്കെ വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നു. ഇതിൽ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. അതായത് പല വിമാനങ്ങൾക്കും കാര്യക്ഷമമല്ല അവരുടെ പ്രവർത്തനം. ഒപ്പം തന്നെ ഈ സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലടക്കം അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായി അവരത് അന്വേഷിക്കുന്നില്ല. അവരുടെ ഈ മറ്റു കാര്യങ്ങൾ, അതായത് ഇത് നവീകരണ പ്രവർത്തികൾ അടക്കം നടക്കുന്നില്ല എന്നൊക്കെ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. ഒപ്പം റൺവേ ലൈനുകൾ അടക്കം മായഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതടക്കം കൃത്യമായി പുതുക്കാത്ത ഒരു സാഹചര്യം, ഇങ്ങനെ നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒരുപാട് കണ്ടെത്തലുകൾ വന്നിരുന്നു. ഇതൊക്കെ ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയതാണ്. ഈ എയർക്രാഫ്റ്റുമായി ഒരു കമ്പനിയെ മാത്രമല്ല, മറിച്ച് മൊത്തം ഈ നിരവധി കമ്പനികൾക്ക് നേരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ അപകടത്തിൽ, അഹമ്മദാബാദ് വിമാന അപകടത്തിലേക്ക് നയിച്ച വിമാനവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ യാത്രക്കാരടക്കം ഇതിന് തൊട്ട് മുൻപ്, അഹമ്മദാബാദിലേക്ക് വിമാനാപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് ഇതേ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നവരുടെ വീഡിയോ അടക്കം അന്ന് പുറത്തു വന്നിരുന്നു. അതായത് AC അടക്കം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല, വിമാനമെടുക്കാൻ വൈകുന്നു എന്നതടക്കം കാണിച്ചുകൊണ്ട് യാത്രക്കാർ തന്നെ അന്ന് വീഡിയോ ചിത്രീകരിച്ച് അത് പുറത്ത് വിടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതോടുകൂടി തന്നെ വലിയ വിമർശനമാണ് എയർലൈനെതിരെ ഉയർന്നിരുന്നതും. എന്തായാലും ഇപ്പോൾ ഈ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതിലൂടെ, അതായത് ഈ പൈലറ്റുമാർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നത് ഒരു കണ്ടെത്തലാണ്. ഒപ്പം തന്നെ കോക്പിറ്റ് ഓഡിയോ പുറത്തു വരുന്നതിലൂടെ ഈ പൈലറ്റുമാരല്ല ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തത് എന്നൊരു നിഗമനത്തിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് എയർലൈനിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ചയാണ്. കൃത്യമായി ഈ വിമാനം പരിശോധന നടത്താത്തതിന്റെയും കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിന്റെയും ഒരു വീഴ്ച തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും വിമർശനങ്ങൾ ഉയരുകയാണ്. അതിലേക്ക് കൂടി നയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട്. എന്തായാലും പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ധന സ്വിച്ച് ഓഫായി. ഇതോടുകൂടി തന്നെ 1 സെക്കൻഡ് ഇടവേളയിൽ 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചു. ഇതാണ് അപകടത്തിനിടയാക്കിയത്. വെറും 32 സെക്കൻഡ് മാത്രമാണ് വിമാനം പറന്നുയർന്നത്. അതിനുശേഷം പൊട്ടിത്തെറിക്കുകയായിരുന്നു. റൺവേയുടെ കട്ട് ഓഫിലേക്ക് ചേർന്നായിരുന്നു അപകടം നടന്നിരുന്നത്. ഒപ്പം തന്നെ കോക്പിറ്റ് ഓഡിയോ പുറത്തു വന്നു. അതിൽ ഇന്ധന സ്വിച്ച് എന്തിന് ഓഫ് ചെയ്തു എന്ന് പൈലറ്റ് ചോദിക്കുന്നുണ്ട്. താനല്ല ഓഫ് ചെയ്ത് എന്ന് സഹ പൈലറ്റ് മറുപടി പറയുന്നുണ്ട്. എന്തായാലും ഇന്ധന സ്വിച്ച് ഇപ്പോഴും അവശേഷിക്കുകയാണ്. ആ വിഷയത്തിലാണ് ഇനി അന്വേഷണം പുരോഗമിക്കേണ്ടത്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഏത് പൈലറ്റാണ് ഇത്തരത്തിൽ മറുപടി നൽകിയത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. പക്ഷേ വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ വിമാനം നിയന്ത്രിച്ചിരുന്നത് കോ പൈലറ്റാണ്. പ്രധാന പൈലറ്റ് അത് നിരീക്ഷിക്കുകയാണ് ഉണ്ടായത്. 32 സെക്കൻഡിനുള്ളിലാണ് ഈ വലിയ ദുരന്തം നടന്നത്. ഈ പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം തന്നെ ഈ എഞ്ചിനിലേക്കുള്ള ഫ്യൂവലിന്റെ പ്രവാഹം നിലയ്ക്കുകയായിരുന്നു. ആ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്.